ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് തിങ്കളാഴ്ച ബിജെപിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. കേരളത്തിലെ ആരോഗ്യരംഗത്ത് സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ സ്ത്രീ മരിക്കാനുണ്ടായ കാരണം. ഇതിനെതിരെ സംസ്ഥാന വ്യാപകമായി ശക്തമായ പ്രതിഷേധമാണ് ബിജെപി ഉയർത്തിക്കൊണ്ടുവരുന്നതെന്നും ബിജെപി സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് തൂക്കുപാലം ബാലഗ്രാമിൽ പറഞ്ഞു. 7-ാം തീയതി തിങ്കളാഴ്ച രാവിലെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് സർക്കാരിന്റെ അനാസ്ഥയ്ക്കെതിരെ ബിജെപി ജില്ലാ കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കോട്ടയത്തുണ്ടായ ദാരുണമായ സംഭവം. ഹിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ മെഡിക്കൽ കോളേജിൻ്റെ ഒരു ബിൽഡിംഗ് ഇടിഞ്ഞു വീണ് ദാരുണമായി കൊല്ലപ്പെട്ട ഒരവസ്ഥയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ 2 മന്ത്രിമാർ പറഞ്ഞിട്ടുള്ള നിരുത്തരവാദപരമായിട്ടുള്ള അവരുടെ നിലപാടുകളും അവർ കൊടുത്ത മെസ്സേജുമാണ് ഒരുപക്ഷെ ആ സ്ത്രീയുടെ മരണത്തിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ അതിന് കേരള BJP സംസ്ഥാനമൊട്ടാകെ സമരപരിപാടികളുമായി ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഇടുക്കിയിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാവുന്ന ഒരു ഹോസ്പിറ്റലാണ് ഇടുക്കി മെഡിക്കൽ കോളേജ്. പക്ഷേ അവിടെ ഒരു സൗകര്യങ്ങളുമില്ല, മരുന്നുകൾ ആവശ്യത്തിലുള്ള മരുന്നുകളില്ല, ശസ്ത്രക്രിയ സംവിധാനങ്ങളില്ല, അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഒരു മെഡിക്കൽ കോളേജായിട്ട് ഇടുക്കി മെഡിക്കൽ കോളേജ് മാറിയിരിക്കുകയാണ്. അവിടെ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ സർട്ടിഫിക്കേഷൻ പോലും ഇല്ലാതെയാണ് അത് പ്രവർത്തിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്ര തീവ്രമായിട്ടുള്ളൊരു സാഹചര്യമാണ് അവിടെ നിലവിലുള്ളതെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുകൂടിയാണ് നാളത്തെ സമരപരിപാടികൾ BJP സംഘടിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സംസ്ഥാന ഗവൺമെൻറ് കേരളത്തിലെ ആരോഗ്യ മേഖലയെ ആകപ്പാടെ